നമസ്കാരം, സനി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എമ്പുരാൻ അങ്ങനെ ലൈക്ക പ്രൊഡക്ഷൻസ് ആയിട്ടുള്ള ഇഷ്യൂസ് എല്ലാം കഴിഞ്ഞ് എമ്പുരാൻ മാർച്ച് 27 റിലീസിനൊരുങ്ങുകയാണ്. ഗോകുലം ഗോപാലിൻ്റെ ഒരു മാസ് എൻട്രി നമ്മുടെ പ്രൊഡക്ഷൻ ടീമിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഇഷ്യൂസൊക്കെ സോർട്ടായി ചിത്രം 27 തീയതി തന്നെ റിലീസാവുന്നത്. ഇതിനോടകം തന്നെ സിനിമയുടെ ഓവർസീസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓവർസീസിൽ തന്നെ അതിൻ്റെ റൈറ്റ്സ് ഒക്കെ പോയിരിക്കുന്ന പല സൗത്ത് ഇന്ത്യൻ സിനിമകളിലെ സൂപ്പർ സ്റ്റാർസിൻ്റെ സിനിമകളെക്കാട്ടിയൊക്കെ കൂടുതൽ ആണ് അതിൻ്റെ റൈറ്റ്സ് തുകയൊക്കെ വിറ്റുപോയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ, മലയാളത്തിലെ എന്നല്ല സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ നിലവിൽ ആളുകൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞ രീതിയിൽ ഏറ്റവും പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു അപ്ഡേഷനായിരുന്നു അതിൻ്റെ ഒരു ട്രെയിലർ റിലീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം അവരൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു, മാർച്ച് 20 1/8 സിനിമയുടെ ട്രെയിലർ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും, ഞാൻ ഉൾപ്പെടെ വിചാരിച്ചിരുന്നത് ഇന്ന് ഉച്ചയ്ക്ക് 1/8 ആയിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ അതെല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങി ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസായി എന്നുള്ളത് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഉടനടി തന്നെ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ട്രെയിലർ റിലീസായിട്ടുണ്ട്. സത്യമാണ്, അവർ 1/8 എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിച്ച് എനിക്ക് തോന്നുന്നു രാത്രി 1/8 ആയിരുന്നു തോന്നുന്നു. സാധാരണ ചെകുത്താന്മാരൊക്കെ ഇറങ്ങുന്ന സമയമാണ് രാത്രി യാമങ്ങളിലെ 1/8 എന്ന് പറയുന്ന സമയം. ആ സമയത്ത് തന്നെയാണ് ട്രെയിലർ ഒഫീഷ്യലി അവർ തന്നെ റിലീസ് ചെയ്തതാണെന്ന് തോന്നുന്നു. പിന്നെ ചിലവർ പറയുന്നുണ്ട് ഇത് ലീക്ക് ആയതാണെന്നൊക്കെ. പക്ഷേ ഞാൻ പൃഥ്വിരാജിൻ്റെ ആണെങ്കിലും എല്ലാം ഒഫീഷ്യൽ പേജസൊക്കെ കയറി നോക്കി കഴിയുമ്പോൾ 1/8 തന്നെ എനിക്ക് തോന്നുന്നു ട്രെയിലർ റിലീസായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ചിത്രത്തിൻ്റെ ട്രെയിലർ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. നല്ലൊരു, എന്താ പറയുക, ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ലെവല് ഒരു വൈബ്, ഒരു ക്യൂരിയോസിറ്റി എനിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് ലിയോ സിനിമ ഇറങ്ങുന്ന ടൈമിലായിരുന്നു. അപ്പോൾ അതിൻ്റെയും ഇതേപോലെ തന്നെ ഓരോ അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോഴും നമ്മളിങ്ങനെ കാത്തിരുന്ന് വെയിറ്റ് ചെയ്തിങ്ങനെ നോക്കിയിരിക്കും പുതിയതായിട്ട് വരുന്ന അപ്ഡേഷൻസ് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ എമ്പുരാൻ്റെയാണ് ആ ഒരു വൈബ് നമുക്കിപ്പോൾ നിലവിൽ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ചിത്രത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് ട്രെയിലർ കണ്ടിട്ട് സംസാരിക്കാം. അപ്പോൾ ചിത്രത്തിൻ്റെ ട്രെയിലർ ഏകദേശം 10 മണിക്കൂർ കൊണ്ട് 36 ലക്ഷം പേര് കണ്ടിട്ടുണ്ട്. ട്രെയിലർ എന്തായാലും നല്ല സ്കോറിംഗ് ആണ്. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണ്? അവരാണ് എന്റെ മക്കൾ. രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നു. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. राजनीति एक धंधा है हमारे देश में. പക്ഷെ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. वर्षों से वो एक नाम से डरते थे. ये ड्रग कार्टेल्स, जिहादी इवरेलम जनरली के खिलाफ. स्टीफन, where is he now? Now you are going live. 5 ഫ്രാൻസ് സിംഗിൾ ഒരാൾക്ക് ചെയ്യാം. മുമ്പ് ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ ഇരുട്ടിന്റെ മൂവ്. ഓ എൻ്റെ മോനെ, സീൻ. അല്ലാതെ ഇനി ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളെ ഉള്ളൂ. പണ്ടെപ്പോഴും കേരള രാഷ്ട്രത്തിൽ ഒരു MLA മാത്രമായിരുന്നു. അയാളെ എന്തിനാണ് ചേർങ്ങനെ വിളിക്കുന്നത്? നമ്മൾ അറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിൽ. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy is a friend. ഓ രാജോട്ടൻ, Said Masood. We have to end this war. ഓ So Stephen, come back. Save your man. Save God so the country. വാടാ, ലൂസിഫർ റെഫറൻസ്. Vengeance.
But answer this one question. Who are you really? Lucifer. ഓ കൊള്ളാലോ. എക്സ്പീരിയൻസ് ഇറ്റ് ഇൻ ഐമാക്സ് തിയേറ്റേഴ്സ് March 27, 2025. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ട്രെയിലർ എന്തായാലും കലക്കി. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് കാണിക്കുന്ന പോലെ തന്നെ ഐമാക്സ് ഫോർമാറ്റിൽ വരുന്ന മലയാളത്തിൽ തന്നെ ആദ്യത്തെ ഒരു സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. എന്തായാലും നല്ല പ്രതീക്ഷയുണ്ട് ഇപ്പോൾ നിലവിൽ. ട്രെയിലർ ഒരു എന്താ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിൽ ഇതേപോലത്തെ ഒരു ഇത്രയും ബ്രഹ്മാണ്ഡമായിട്ടുള്ളൊരു സിനിമ വന്നിട്ടില്ല. മറ്റ് അതർ ലാംഗ്വേജസിലൊക്കെ വന്നിട്ടുണ്ട്, KGF, ബാഹുബലി, അതുപോലത്തെ വലിയ സിനിമകൾ വന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ അത് ഭയങ്കര ഒരു പ്രതീക്ഷയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് ഇത് കാണുമ്പോൾ തന്നെ. ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ തോന്നിയെന്ന് വെച്ചാൽ ഈ ട്രെയിലറിൽ ഷാജോണിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഷാജോണിനെ ഫസ്റ്റ് പാർട്ടിൽ ശരിക്കും ബൈജുവിൻ്റെ ക്യാരക്ടർ കൊല്ലുന്നതായിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത്. വെടിവെക്കുന്നതിൽ കാണിക്കുന്നുണ്ട്. അതിനി മരിച്ചോ ഇല്ല എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ ഷാജോണിനെ ഇതിനകത്ത് ലാലേട്ടൻ ആ എൻട്രി സീൻ അടിപൊളിയായിരുന്നു. ആ ഒരു എൻട്രിയിൽ അത് കാണിക്കുന്നുണ്ട് ഷാജോൺ. അപ്പോൾ മേ ബി എനിക്ക് തോന്നുന്നത് ഇതൊരു പ്രീക്വൽ ആൻഡ് സീക്വൽ പരിപാടി ആവാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നെ എനിക്ക് രണ്ടാമതായിട്ട് തോന്നിയത് ഇതിനകത്ത് ടോവിനോയുടെ ക്യാരക്ടർ. അതായത് ലാലേട്ടനൊരു ഡയലോഗ് പറയുന്നുണ്ട്, ഈ ദൈവപുത്രന്മാർ പ്രശ്നക്കാരായിരിക്കുമ്പോൾ ചെകുത്താന്മാർ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങേണ്ടി വരും എന്നുള്ളത്. ഫസ്റ്റ് പാർട്ടിലെ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ടോവിനോനെയാണ്. അപ്പോൾ ടോവിനോ ഇതിനകത്തൊരു ഗ്രേ ഷെയ്ഡ് അല്ലെങ്കിൽ നെഗറ്റീവിലേക്ക് മാറും എന്നുള്ളതും, പിന്നെ അതുപോലെ മഞ്ജു വാര്യരുടെ ഒരു ഡയലോഗ് ശ്രദ്ധിച്ചായിരുന്നു, എനിക്ക് രക്തബന്ധമായിട്ട് ആകെ ഒരാളെ ഉള്ളൂ എന്നുള്ള രീതിയിൽ. മഞ്ജു വാര്യർ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ മോഹൻലാലിന് ആദ്യം എതിരൊക്കെ ആയിട്ട് പിന്നീട് മോഹൻലാലിൻ്റെ കൂടുന്ന രീതിയിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇതിനകത്ത് സെക്കൻഡ് പാർട്ടിൽ വരുമ്പോൾ അതൊരു പ്രശ്നമാവുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് പാർട്ടിൽ നിലവിൽ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് സ്റ്റീഫൻ നെടുമ്പള്ളി ആ നാട്ടിൽ നിന്ന് മാറി ദൈവപുത്രന്മാർക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ കേരളം സംരക്ഷിക്കാനായിട്ട് കൊടുത്തിട്ട് ആൾ ഇവിടെ നിന്ന് പോകുന്നതായിട്ട് കാണിച്ചിട്ടാണ് ആ പടം തീർക്കുന്നത്. പക്ഷേ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഇന്ദ്രജിത്ത് ചെയ്ത ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ മോഹൻലാലിൻ്റെ ക്യാരക്ടറിനോട് തിരിച്ച് നാട്ടിലേക്ക് വരണം, രക്ഷിക്കണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവരുടെ കയ്യിൽ അത് സേഫ് അല്ല എന്നുള്ളതുകൊണ്ടായിരിക്കണം മേ ബി. പിന്നെ ഇതിനകത്ത് ആ ഡ്രാഗൻ്റെ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് പുറകിൽ ഡ്രാഗൻ്റെ സിമ്പിൾ വെച്ചിട്ടുള്ള ഒരു ആളെ കാണിക്കുന്നുണ്ട്. അതൊരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറാണെന്ന് തോന്നുന്നു. പിന്നെ അതാരാണെന്നുള്ള ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ഈ എമ്പുരാൻ്റെ ഒരു പോസ്റ്റർ ഇറങ്ങിയപ്പോഴും ഈ ഒരാളെ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു പോസ്റ്ററായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അത് ആരാണെന്ന് ഇപ്പോഴും റിവീൽ ആയിട്ടില്ല. അതിൻ്റെ പുറകെ നിന്നുള്ള ഷോർട്സ് ഒക്കെ കണ്ടിട്ട് ഫഹദ് ഫാസിലാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അത് അറിയില്ല, പടം ഇവിടെ എന്തായാലും അറിയാൻ പറ്റുള്ളൂ. കാരണം അത് എന്തായാലും ഇതൊരു 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഇറക്കുന്ന സിനിമയുള്ളൂ. അപ്പോൾ തേർഡ് പാർട്ടിലേക്ക് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു ഗംഭീര പരിപാടി എന്തായാലും ക്ലൈമാക്സിൽ അവർ ചെയ്തു വയ്ക്കുമായിരിക്കും. അങ്ങനെ ചെയ്തു വെച്ചിട്ടേ കാര്യമുള്ളൂ. പറഞ്ഞ ഒരു ലെവലിൽ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഒരു സർപ്രൈസ് ക്യാരക്ടേഴ്സ്, ഞാനിപ്പോൾ സഞ്ജയ് ദത്ത് അതേപോലെ തന്നെ ഫഹദ് ഫാസിലിനെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ലുക്ക് കണ്ടിട്ട് ഇനി ഫഹദാണോ എന്നുള്ളൊരു ഡൗട്ട് തോന്നുന്നുണ്ട്. പിന്നെ സഞ്ജയ് ദത്ത് ഈ പറഞ്ഞ രീതിയിൽ ഇതിൻ്റെ ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് പൃഥ്വിരാജ്, മോഹൻലാലൊക്കെ സഞ്ജയ് ദത്തായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന കുറച്ച് സ്റ്റിൽസും പരിപാടികളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഈ തേർഡ് പാർട്ടിലേക്ക് ലീഡ് ചെയ്യുമ്പോൾ സഞ്ജയ് ദത്തിനെയും കൂടി കാണിക്കുമോ എന്നുള്ളത് അറിയാനുണ്ട്. എന്തായാലും സംഭവം എന്തായാലും കൊള്ളാം. March 27 എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് ഈ ഒരു സിനിമ കാണാനായിട്ട്. കാരണം അത്രയധികം ഒരു ലാലേട്ടൻ്റെ എനിക്കൊന്ന് ലൂസിഫർ തന്നെയായിരുന്നു ലാസ്റ്റ് അത്രയും ആഘോഷത്തോടുകൂടി വന്ന് വൻ വിജയമായത്. അപ്പോൾ അതേപോലെ ഒരു വിജയം ഇനി ലാലേട്ട കരിയറിൽ വീണ്ടും സംഭവിക്കാനും അത് മലയാള സിനിമയ്ക്ക് വളരെയധികം ഗുണകരമാവാനും പോവും എന്നൊരു വിശ്വാസമുണ്ട് ഇപ്പോൾ ഇത് കാണുമ്പോൾ. അപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അപ്പോൾ March 27 വെളുപ്പിന് 6 മണിക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് പറയാം.